ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് സ്മാർട്ട് ഫോണായ നോക്കിയ 7.2 ആണ്. നോക്കിയ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തിറക്കിയ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് നോക്കിയ 7.2. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കിട്ടുന്നത് നോക്കിയ 7.2 സ്മാർട്ട് ഫോണാണ്. നമുക്ക് ഈ ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ബോക്സിൽ നമുക്ക് കിട്ടുന്നത് ഒരു സിം എജക്ടർ ടൂളാണ്. ഇത് കോമൺ ആണ്, ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോണിനോടൊപ്പം കിട്ടുന്നതാണ് ഒരു സിം എജക്ടർ ടൂൾ. അപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് കുറച്ച് യൂസർ മാനുവൽ, അതേപോലെ അതിൻ്റെ കാർഡും കാര്യങ്ങളാണ്. ഇത് നമുക്ക് ആവശ്യമില്ല, മാറ്റി വെക്കാം. ഇതിനൊരു എക്സ്ട്രാ വൈറ്റ് ബോക്സിലായിട്ടാണ് ഇതിൻ്റെ ആക്സസറീസ് വരുന്നത്. 6 മന്ത് വാറണ്ടിയുള്ള ആക്സസറീസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇയർഫോൺ. നമുക്കറിയാം, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഒന്നും ഇയർഫോൺ കിട്ടില്ല. പക്ഷേ നോക്കിയയുടെ സ്മാർട്ട് ഫോണിനോടൊപ്പം ഒരു ഇയർഫോൺ കിട്ടുന്നുണ്ട്. ഒരു ബേസിക് ഇയർഫോണാണ്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സാധാ ചാർജറും ഒരു USB കേബിളും ഒരു ടൈപ്പ് C ചാർജർ കേബിളുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ചാർജർ, ഇയർഫോൺ, ഒരു C ടൈപ്പ് ഡാറ്റ കേബിൾ, സ്മാർട്ട് ഫോൺ. ഇയർഫോണിനെ പറ്റി പറയുമ്പോൾ പണ്ടൊക്കെ നോക്കിയോടൊപ്പം കിട്ടിയിരുന്ന ആ ഒരു ടൈപ്പ് മോഡൽ തന്നെയാണ്. റബ്ബർ ടൈപ്പ് അല്ല, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് തന്നെയാണ്. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് മറ്റ് പല ബ്രാൻഡുകളും കൊടുക്കുന്നത് ഒരു എക്സ്ട്രാ കേസോ സ്ക്രീൻ ഗാർഡോ ആയിരിക്കും. അത്തരത്തിലൊന്നും ഇതോടൊപ്പം അവർ കൊടുത്തിട്ടില്ല. ഒരു എക്സ്ട്രാ ഇയർഫോൺ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫോണിനെ പരിചയപ്പെടാം. ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഒരു എക്സ്ട്രാ ഫീച്ചർ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫീച്ചറല്ല, ഒരു എക്സ്ട്രാ ഹാർഡ്വെയർ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് തൊട്ടേ മറ്റ് പല ഫോണുകളിലും വന്നിട്ടുണ്ട്, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നോക്കിയ 7.2 സ്മാർട്ട് ഫോൺ. ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. എന്താ പറയുക, ഫസ്റ്റ് നമുക്ക് ടച്ച് നോക്കുമ്പോൾ തന്നെ വലിയ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, നോക്കിയ ബ്രാൻഡിങ് ഒരു വിശ്വാസ്യത അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാർഡ്വെയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ക്യാമറ നോക്കാം. 3 ക്യാമറാസാണ് കൊടുത്തിട്ടുള്ളത്. 14 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പർച്ചറോട് കൂടിയ ഒരു വൈഡ് ലെൻസ്, അതാണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറ. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ 2.2 അപ്പർച്ചറുള്ള ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 ക്യാമറയും ഒരു LED ഫ്ലാഷ് ലൈറ്റും ആ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാമറ ബമ്പിനുള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. മോസ്റ്റ് കോമൺ ആണ്, ഇപ്പോൾ ഇറങ്ങുന്ന ഒരുവിധ സ്മാർട്ട് ഫോൺസിലും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ അടിയിലായിട്ട് മൈക്രോഫോണും സ്പീക്കറും അതേപോലെ USB ടൈപ്പ് C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. 2 സിമ്മും ഒരു എക്സ്ട്രാ മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഹൈബ്രിഡ് സ്ലോട്ടൊന്നുമല്ല. അതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ബട്ടൺ, ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഒരു എക്സ്ട്രാ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാം. ഫോണിന് മുകളിലായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇയർ പീസ്, അതേപോലെ ഒരു സെൽഫി ക്യാമറ. സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 20 മെഗാ പിക്സലിൻ്റെ 2.0 അപ്പർച്ചറുള്ള സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ക്ലാരിറ്റിയുള്ള സെൽഫി ക്യാമറയാണ്. ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്കും അതേപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.3 ഇഞ്ചുള്ള IPS LCD സ്ക്രീനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080x2280 പിക്സൽസ് ആണ്. 19:9 ആസ്പെക്ട് റേഷ്യോയിൽ 400 ppi പിക്സൽ ഡെൻസിറ്റി ആണ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് വരുന്നത്. ഒപ്പം ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവർ ഈ ഫോണിന് പറഞ്ഞിരിക്കുന്നത് പ്യുവർ ഡിസ്പ്ലേ എന്നാണ്. സാധാരണ ഒരു LCD ഡിസ്പ്ലേ ആണെങ്കിൽ കൂടി ഇതിനവർ കൊടുത്തിരിക്കുന്നത് പ്യുവർ ഡിസ്പ്ലേ എന്ന് പറയുന്നൊരു സ്പെസിഫിക്കേഷനാണ്. അതിൻ്റെ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് പ്യുവർ ഡിസ്പ്ലേയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മദർ ബോർഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 RAM വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, 4GB ആൻഡ് 6GB. ഇനി ഏത് വേരിയൻറ്റിലെടുത്താലും നിങ്ങൾക്ക് ഇൻറ്റേർണൽ കിട്ടുന്നത് 64GB തന്നെയായിരിക്കും. 4GB 64GB ഉള്ളതിൻ്റെ വില എന്ന് പറയുന്നത് 16,498 രൂപയാണ്. ഇപ്പോൾ കറൻ്റ് 16,498 രൂപയാണ്. അതുപോലെ 6GB വേരിയൻറ്റ് വരുന്നത് 17,579 രൂപയാണ്. ഇപ്പോൾ കറൻ്റിലുള്ള ആമസോൺ പ്രൈസാണ് വരുന്നത്. ഇനി എന്തായാലും നമുക്കിത് ബൂട്ട് ചെയ്ത് നോക്കാം. ഫാസ്റ്റായിട്ട് ബൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 660 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വിലയ്ക്ക്, ഈ ഒരു 17,000 അല്ലെങ്കിൽ 18,000 രൂപ റേഞ്ചിലുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് സ്നാപ്ഡ്രാഗൺ 660 എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് തന്നെയാണ്. കാരണം ഇപ്പോൾ മറ്റ് പല ബ്രാൻഡുകളും വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് റെഡ്മി വെച്ച് നോക്കുകയാണെങ്കിൽ കൂടി അവരിപ്പോൾ സ്നാപ്ഡ്രാഗൺ 660 എന്ന് പറയുന്നത് 10 രൂപയ്ക്ക് കൊടുക്കുന്നൊരു വേരിയൻ്റ് ആണ്. അതേപോലെ ഇതിൻ്റെ OS എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 9.0 പൈയിലാണ് റൺ ചെയ്യുന്നത്. അതേപോലെ ഇത് ആൻഡ്രോയിഡ് 1 ആണ്. ഇത് പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. പ്യുവർ ആൻഡ്രോയിഡ്, ഇതിൽ ബ്ലോട്ട്വെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ മറ്റ് പല സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ റെഡ്മി, അതേപോലെ ഒപ്പോ, വിവോ ഏതെടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ ആൻഡ്രോയിഡ് അവരുടേതായ ഒരുപാട് എക്സ്ട്രാ ആപ്സ് ഉണ്ടാവും. നമുക്ക് ഒരു ആവശ്യമില്ലാത്ത എക്സ്ട്രാ ആപ്സ് ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ആപ്സും ഇവരിതിൽ കൊടുത്തിട്ടില്ല. പ്യുവർ ആൻഡ്രോയിഡ് OS ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല നെക്സ്റ്റ് 2 ഇയറിലേക്ക് ആൻഡ്രോയിഡിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു ഫോണിൽ ലഭിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ട് ഇതിൻ്റെ ക്യാമറയാണ് നമ്മൾ നോക്കുന്നത്. കാരണം 3 ക്യാമറ സെറ്റപ്പ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറ ഫസ്റ്റ് ടൈം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. വൈഡ്, അൾട്രാ വൈഡ് എല്ലാ മോഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2x സൂമും എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്.
നോർമലി എല്ലാ ഫോണിലും കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും പ്ലസ് ഇവർ കൊടുത്തിരിക്കുന്ന സെൻസേഴ്സിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ്, അതായത് വൈഡ്, അൾട്രാ വൈഡ്, പോർട്രേറ്റ് മോഡ്, എല്ലാവിധ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. 20,000 രൂപയ്ക്ക് താഴെ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ബ്രാൻഡഡ് ഫോൺസ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കിയ ഫോൺ എടുക്കുക. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ ഹാർഡ്വെയർ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 660 എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സറാണ് ഈ ഒരു വിലയ്ക്ക് അവർ കൊടുക്കുന്നത്. അപ്പോൾ മറ്റ് പല ബ്രാൻഡുകൾക്കും ഈ ഒരു 660 പ്രോസസ്സർ പ്രൊവൈഡ് ചെയ്യുന്ന 10,000-നും അതേപോലെ 12,000, 13,000 ബഡ്ജറ്റ് റേറ്റിലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണ് അത്രയ്ക്ക് അങ്ങോട്ട് ലെവലായിട്ടില്ല. അപ്പോൾ എനിവേ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.